കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാവരും ഉറങ്ങി. അപ്പോൾ ഞാനും അങ്ങ് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ എവിടെ നിന്നോ ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നി. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നേരം പുലർച്ചയായി. അങ്ങനെ പൈലറ്റ് അനൗൺസ് ചെയ്യുന്നു നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയെന്ന്. ജനൽ വഴി പുറത്തോട്ട് നോക്കിയപ്പോൾ മരുഭൂമി മാത്രം. അത് കണ്ട് എൻ്റെ നെഞ്ചങ്ങ് പെടഞ്ഞു. ചുറ്റിനും മരുഭൂമി, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് നോക്കിയാലും മരുഭൂമി. പിന്നെ അവിടെ ഇവിടെ പൊട്ട് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ നെഞ്ചങ്ങ് കലങ്ങിപ്പോയി. ശരിക്കും അബ്രോഡ് പോയി അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. പിന്നെ വീടും വീട്ടുകാരെയും കടവും കടബാധ്യതകളൊക്കെ ഓർത്തപ്പോൾ എല്ലാം ശരിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ വീടോ ബിൽഡിങ്സോ അങ്ങനെ എന്തൊക്കെയോ കാണാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. എങ്കിലും മനസ്സിലാ ഒരു അങ്കലാപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പൈലറ്റിൻ്റെ ഓരോ വികൃതികളെ നോക്കി. പൈലറ്റ് ഫ്ലൈറ്റ് ചരിച്ച് കാണിച്ചു തരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം എന്തൊക്കെയോ സ്റ്റേഡിയം, ഗ്രൗണ്ട് അതുപോലെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. പക്ഷേ ഇത് എവിടെയാണെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഈ കാണുന്നതെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഉണ്ട്. എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എവിടെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മയം. മനസ്സിലൊന്ന് മാത്രമേ തോന്നിയുള്ളൂ, 2 വർഷം എങ്ങനെയെങ്കിലും ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കണം, വീടും വീട്ടുകാരൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. അതിനുവേണ്ടി നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോകാറുണ്ട് ചില സമയം. എന്നാലും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ പിടിച്ചു നിൽക്കണം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.